Hello, good evening, Makale. Welcome to 90 Plus, India's first animated live tuition. Hello. Yes, good evening, guys. Good evening, everyone. Camera ഒക്കെ ഒന്ന് ഓൺ ആക്കി വെച്ച് എല്ലാവരും വേഗം ആയിക്കോട്ടെ. ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് വെച്ച് വേഗം റെഡി ആയിട്ടിരുന്നോളൂ ഗൈസ്. രതീഷ മിസ്സിനെ കിട്ടുക ഇന്ന് വന്നിട്ടില്ലടാ. രതീഷ മിസ്സിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് രതീഷ മിസ് ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല, ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. ഓക്കെ അൽസ, ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്ത് കേട്ടോ. ഇത്ര നേരത്തെ വന്നു, ഞാൻ 6 മണി തൊട്ട് വന്ന് ഇവിടെ ഇരിക്കുന്ന. നോക്കി എല്ലാരും എന്തൊക്കെയാ കാണിക്കുന്നത്, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു, എന്താ ചെയ്യുന്നത് നോക്കി. ഇത്രേ ഉള്ളൂ. ഓക്കെ, അന്റേക്ക് പനിയാണോ? ഓക്കെ, എന്തായാലും റെസ്റ്റ് എടുക്കുക കേട്ടോ. ഓക്കെ, എന്താണ് ദേവാനന്ദേ, ഒരു ക്ലാസ്സിലെങ്കിലും നീ എന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഹാൻഡ് റൈസ് ചെയ്ത് നിൽക്കാതെ എന്തുവാ പറ. മണിയറ ഒന്നും അല്ല, മണിയറ എന്തുവാ? മുനിയറ. അത് മുനിമാരായിട്ടുള്ള ആളുകൾ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ് കേട്ടോ. ആ, അത് ഹൊറേഗല്ലു. ഓരോരോ സാധനങ്ങളുണ്ട്. ആ ചാപ്റ്ററിലോട്ടൊന്ന് കേറിയിട്ട് പോരെയോ? നല്ല കാര്യം. എന്നെ ഒന്ന് സമ്മതിക്കും നിങ്ങള്. 6:31 തൊട്ടേ നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്, പിന്നെ ഞാൻ എങ്ങനെ ചെയ്യാൻ? ഓക്കെ, എന്തോ പടാ, സൺഡേ ആരും ഇരിക്കുന്നു ഇവിടെ ക്ലാസ് എടുക്കാൻ? അല്ല, ആകെ കിട്ടുന്ന ഒരു അവധിയാ. അന്ന് എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. ഞായറാഴ്ച 10ാം ക്ലാസ്, അത് 3 മണിക്കൂർ. 6:30 തുടങ്ങിയാൽ 9:30 ആകുമ്പോഴേ തീരത്തുള്ളൂ. ബ്രേക്ക് പോലും ഇല്ല, അറിയോ? എന്റെ ഊപ്പാട് വരും. എന്താന്ന് എനിക്ക് നേരത്തെ കയറി ഏകദേശം ഇത് വാച്ച് ചെയ്ത്. എന്താ സാർ, പട്ടിക്കുട്ടി തന്നെയാണല്ലോ ഇന്നത്തെയും ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് മാറ്റാം, പട്ടിക്കുട്ടീനെ മാറ്റാം. എന്താ ചെയ്യണ്ട, നിക്കോട്ടെ, ഞാൻ പറയണം. ഓക്കെ, മതിയോ? പട്ടിക്കുട്ടി മാറിയിട്ടുണ്ട്, സമാധാനമായല്ലോ അല്ലെ? ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാണ്? വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ ഇന്നലെ ഒരു 5 മിനിറ്റ് ഇരിക്കുവായിരുന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ തീർന്ന് നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങായിരുന്നു എന്ന്, അല്ലെ? അപ്പൊ അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പുതിയതായിട്ട് ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആൾക്കാരൊക്കെ ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ്സിൽ ഇരിക്കുക. ഇപ്പോ നമ്മൾ ഈ ചാപ്റ്റർ ഏകദേശം പഠിച്ചിങ്ങനെ തീരാറായി. ജസ്റ്റ് ഒരു 3-4 സ്ലൈഡ് കൂടെ കഴിഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. ഇപ്പോ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആൾക്കാരുണ്ടോ അവിടെ? നഫീസത്ത് ഉണ്ട്. ഓക്കെ, നഫീസത്ത് മിസ്രിയ ക്യാമറ ഓൺ ചെയ്തിരിക്കണം കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. കമന്റ് ഓപ്ഷനിൽ ഡൗട്ട് ചോദിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നേരത്തെ നിനക്കത് കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് നിരഞ്ജന, ഉനക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏത് ഭാഷ, എന്ത് പറ്റിയത് നിങ്ങൾക്ക്? ഈശ്വര, ഇത് മലയാളമല്ല, ഇത് ഏതോ തമിഴാളോ അല്ലെങ്കിൽ ഇംഗ്ലീഷാളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ എന്തോ ഭാഷയാണ്. ഓക്കെ, അപ്പൊ നമ്മള് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ കാര്യം എന്തായിരുന്നു? നമ്മൾ ആഫ്രിക്കൻ ആഫ്രിക്കൻ ഫ്രീഡം മൂവ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു നിർത്തിയത്. ഇപ്പോ എന്താ പറയാ, സ്റ്റേ അറ്റ് ഹോം എന്ന് പറയുന്ന സമരത്തിനെ കുറിച്ചൊക്കെ ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞത്, അല്ലെ? ഓർമ്മയുണ്ടോ? സ്റ്റേ അറ്റ് ഹോം എന്താണെന്നൊക്കെ ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കി. ആകെ ഒരു 3-4 പേര് തലയാട്ടുന്നുണ്ട്, കുറെ പേര് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും സ്റ്റാച്ചു എന്ന് പറഞ്ഞോ? അങ്ങാണ്ടിരിക്കുക അവിടെ. ഒരു മുഖത്തൊരു ഭാവം വരുന്നുണ്ടോ നോക്ക്. എവിടെ, ആര്, എന്ത്, ഏതോ ഒരുത്തം വന്നിരിക്കുന്നുണ്ട്, എന്തോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഒരു 1 മണിക്കൂർ കഷ്ടപ്പെട്ടിരിക്കുന്നുണ്ട്, അല്ലേ? കുറെ പേർക്ക് അങ്ങനെയാ. അങ്ങനെ പറഞ്ഞപ്പോ കുറച്ച് പേർക്കൊക്കെ ചിരി വരുന്നുണ്ട്. പല്ല് വായിക്കാത്തില്ലാത്തോണ്ടല്ല അല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ കളവന്മാരും കളവികളുമായി വായിലുള്ള പല്ല് മുഴുവൻ പോയി. നല്ല കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നോക്കിക്കാൻ അതിന്റെ ബാക്കി തന്നെയാണ് പഠിക്കാനുള്ളത് കേട്ടോ. സ്റ്റേറ്റ് ഹോം നമ്മൾ പറഞ്ഞു പോയി, അതിന്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സൗത്ത് ആഫ്രിക്കയിലെ ഫ്രീഡം സ്ട്രഗിളിന്റെ കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ. ദ ഫാക്ടറീസ്, ടെക്സ്റ്റൈൽ മിൽസ് ആൻഡ് സ്കൂൾ അക്രോസ് ദ കൺട്രി റിമൈൻ ഷട്ട്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്, അല്ലെ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? അവിടെയുള്ള ഫാക്ടറികളും ടെക്സ്റ്റൈൽ മില്ലുകളും
സ്കൂളുകളും എല്ലാം ആ സ്വാതന്ത്ര്യ സമരം കഴിയുന്നത് വരെ അടച്ചിട്ടിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എന്തൊരു സന്തോഷമായിരുന്നു ഇന്നലെ സ്കൂളുകളെല്ലാം അടച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോ അല്ലെ. യെസ്, ആൻഡ് ദിസ് സ്ട്രൈക്ക് റിവീൽ ദ യൂണിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റ്. എന്തായാലും അപ്പാർത്തൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പാർത്തൈഡ് എന്താണെന്നുള്ള നമ്മൾ ഓരോന്നും എന്താ പറയുക അപ്പാർത്തൈഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെന്റുകളെ കുറിച്ചും ഒക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ഈ പറയുന്ന അപ്പാർത്തൈഡിനെതിരായിട്ട് നടന്നിട്ടുള്ള മൂവ്മെന്റുകളുടെ ആ ഒരു ശക്തി എന്തൊക്കെയാണ്, അവരുടെ ആ ഒരു ഐക്യവും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിനും ചേർത്ത് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്തായി, ഈ ആന്റി അപ്പാർത്തൈഡ് മൂവ്മെന്റ് ഒരു ശക്തി അതിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റി എന്നാണ് പറയാം. And the stay at home was a major struggle in history of the freedom struggle of South Africa. സൗത്ത് ആഫ്രിക്കയുടെ ഫ്രീഡം സ്ട്രഗിളില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രഗിൾ ആയിരുന്നു സ്റ്റേ അറ്റ് ഹോം എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഓർമ്മയുണ്ടല്ലോ അല്ലെ. സൗത്ത് ആഫ്രിക്കൻ ഫ്രീഡം സ്ട്രഗിളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രഗിൾ ആയിരുന്നു ഏത്? സോണിയെ ഏതാ? കണ്ണും വെച്ചിരിക്കുന്നുണ്ട്. സ്റ്റേ അറ്റ് ഹോം എന്നൊന്ന് വായനക്ക് പറയും കേക്കട്ടെ. ഓക്കെ ഓക്കെ, ചുണ്ടെങ്കിലും അനങ്ങിയല്ലോ. നേരത്തെ ചുണ്ടനക്കിയത് വേറെന്തോ ആയിരുന്നു. പേജ് നമ്പർ ആരെങ്കിലും ഒന്ന് പറയൂ. എന്റെ ഷാനോടെ ചാവോടെ ആ ടെക്സ്റ്റ് ഒന്ന് മറച്ചെങ്കിലും നോക്കടാ വല്ലപ്പോഴും. ടുമാറോ സ്കൂൾ ട്രിപ്പ്. ആഹാ, എങ്ങോട്ടാ? സ്കൂൾ ട്രിപ്പ് ഒക്കെ പോകുന്നുണ്ട്. എങ്ങോട്ടാ? 178 പേജ്. ഇനിയും കിട്ടാത്ത ആളുകളെല്ലാം തുറന്നോളൂ. 178ാമത്തെ പേജ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ അടുത്ത് നോക്കിക്കേ. As peaceful protest did not yield any result, നെൽസൺ മണ്ടേല called for armed rebellion. അല്ലെ, നെൽസൺ മണ്ടേല നമ്മൾ പറഞ്ഞു 1964 ജയിലിൽ പിടിച്ചിട്ട് ലൈഫ് ഇംപ്രിസൺമെന്റ് അടച്ചു അല്ലെ, ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 26 കൊല്ലമായിരുന്നു ആര് ജയിലിൽ കിടന്നത്? നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നിട്ടുള്ളത്. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് 1964 ഒന്നും നമ്മൾ പറഞ്ഞു അല്ലെ. ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വായിക്കാൻ സാധ്യത കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുന്നത്. ഓക്കെ, കണ്ണൂര് 2 ഡേ ട്രിപ്പ്. ഓക്കെ, താങ്കളുടെ വീട് എവിടെയാണാവോ? കണ്ണൂർ ഭാഗത്ത് തന്നെയാണോ? അല്ല, എവിടെ പിന്നെ? കണ്ണൂർ 2 ദിവസം കാണാന്തള്ള കൊറേയൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഉണ്ട്. തെയ്യം കാണാൻ പോകുന്നുണ്ടോ കിഷൻ? അതൊക്കെ കൊണ്ടുപോകാൻ പറ. വേറെ ഒരുത്തം വന്നിട്ട് ചോദിക്കാ, സാർ ഇത് പുതിയ ചാപ്റ്റർ ആണോ? ഞാൻ ഓടിക്കും കേട്ടോ. നീ ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറുന്ന പോലെ ഒന്നും ചോദിക്കല്ലേ ഇങ്ങനെ. കോഴിക്കോട് കണ്ണൂര് അങ്ങനെ 2 സ്ഥലം കൂടെ കൂടി 2 ദിവസത്തെ ട്രിപ്പ് അല്ലേ. നല്ല കാര്യം, എൻജോയ് ചെയ്തിട്ട് വരും. ഓക്കെ, നോക്കിക്കേ. യെസ്, countries around the world restored the siege on South Africa. The United Nations passed a resolution stating apartheid is an offense against humanity. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു എന്താ? അപ്പാർത്തൈഡ് എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനെതിരെയുള്ള ഏറ്റവും വലിയൊരു ക്രൈം ആയിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ആളുകളെ ഈ നിറത്തിന്റെ പേരിലൊക്കെ തരംതിരിച്ച് കാണുന്നത് ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് ആര് പറഞ്ഞത്? യുണൈറ്റഡ് നേഷൻസ് അഥവാ UN പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻ, അടിയന്തരാവസ്ഥ കാലം പ്രഖ്യാപിച്ചൊക്കെ പറഞ്ഞല്ലോ. എന്തിനു വേണ്ടിയിട്ട് അടിയന്തരാവസ്ഥ കാലം പ്രഖ്യാപിക്കുന്നത്? അടിയന്തരാവസ്ഥ എമർജൻസി എന്തിനു വേണ്ടിയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന നമ്മൾ ഇന്നലെ പറഞ്ഞേ. എമർജൻസി എന്തിനു വേണ്ടിയിട്ടാ ഡിക്ലെയർ ചെയ്യുക ഒരു രാജ്യത്ത്? ചുമ്മാ ഒരു രസത്തിന് ആണോ എമർജൻസി സിറ്റുവേഷൻ ഡിക്ലെയർ ചെയ്യുക? ആർക്കും ഒന്നും പറയാനില്ല, എല്ലാരും എന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ആർക്ക് പറയാൻ പറ്റും എന്തിനാണ് എമർജൻസി സിറ്റുവേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്? മെർലിന് എന്തിനു വേണ്ടിട്ടാ ഡിക്ലെയർ ചെയ്യാം? മെർലിൻ പോയോ? അയ്യോ, മെർലിനെ കാണാണ്ടായി ഗൈസ്. അവിടെ ഉണ്ട്. ഓക്കെ, പറഞ്ഞു. എന്തിനു വേണ്ടിട്ടാ എമർജൻസി സിറ്റുവേഷൻ ഡിക്ലെയർ ചെയ്യാം? പീപ്പിൾസ് പ്രൊട്ടസ്റ്റിന് വേണ്ടിയിട്ടാണ് അടിയന്തരാവസ്ഥ കാലം. പീപ്പിൾ പ്രൊട്ടസ്റ്റുകളും കലാപങ്ങളൊക്കെ നടത്തുമ്പോഴാണ് കേട്ടോ. ഓക്കെ, രാജ്യത്ത് വലിയ രീതിയിലുള്ള കലാപങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ആളുകളെ അതിൽ നിന്ന് രക്ഷിക്കുവാനും രാജ്യത്ത് സമാധാന അന്തരീക്ഷം കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യുന്നത്? എമർജൻസി സിറ്റുവേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ആ എമർജൻസി സിറ്റുവേഷൻ നടന്നപ്പോൾ ഒരുപാട് കലാപങ്ങളൊക്കെ ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ കലാപങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ആൾക്കാർ മരിച്ചു പോയി എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇനി നോക്കിയേ,
When the protests were beyond control, measures to end the apartheid was started. അതായത് ഇവരുടെ ഈ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച രീതിയിൽ നിൽക്കാതെ വന്നപ്പോൾ, ഇപ്പൊ നമ്മള് ഒരു കാര്യം നോക്കുകയാണ്, നോക്കി കഴിയുമ്പോൾ ഇത് നമ്മൾ വിചാരിച്ചോടത്ത് നിൽക്കുന്ന പരിപാടി എല്ലാം നമുക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കും, അല്ലെ? അപ്പോ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോ ഈ അപ്പാർത്തൈഡിനെതിരായിട്ടുള്ള മൂവ്മെന്റുകളെല്ലാം വലിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു ഗവൺമെന്റ് അതിന് വേണ്ടി പ്രൊട്ടസ്റ്റുകൾക്ക് എതിരായിട്ട് എന്തൊക്കെയാണ് അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പാർത്തൈഡ് എൻഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു എന്നാണ് പറയാം. ആൻഡ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വെർ റിലീസ്ഡ് ആൻഡ് ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടീസ് വെർ ലിഫ്റ്റഡ്. കുറെ പേരെ പിടിച്ച് ജയിലിലിട്ട് ആരെയൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഒരു കാരണവുമില്ലാതെ കുറെ ആളുകളെ പിടിച്ചിട്ട് രാഷ്ട്രീയക്കാരെയൊക്കെ പിടിച്ചിട്ട് ജയിലിലിട്ടു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജയിലിലിട്ട ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂവ്മെന്റുകളെല്ലാം വലിയ രീതിയിൽ കൂടി വന്നു കഴിഞ്ഞപ്പോൾ അവരെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തു എന്നാണ് പറയാം. ജയിലിൽ നിന്ന് അവരെ പുറത്തോട്ട് വിട്ടയച്ചു. ഓക്കെ, നെൽസൺ മണ്ടേലനെ എന്നാ റിലീസ് ചെയ്തെന്നുള്ള അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. നെൽസൺ മണ്ടേല വാസ് റിലീസ്ഡ് ഓൺ 11 ഫെബ്രുവരി 1990. 1990 ഫെബ്രുവരി 11 ആരെ റിലീസ് ചെയ്തത്? നെൽസൺ മണ്ടേലനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്തത് കേട്ടോ. ഓക്കെ, ഓക്കെ ടീച്ചർ. A student take case because really ദേവാനന്ദ് ശരിക്കും എന്താണ് എന്റെ അർജുനെ, നിന്റെ പനി ഇതുവരെ മാറിയിട്ടില്ലേ? നിന്നെ കുറെ ദിവസമായല്ലേ കണ്ടിട്ട്. ദേവാനന്ദ ശരിക്കും എന്റെ പൊന്നെ, എന്താ ലൈക്ക് ഭയങ്കര ഹാർഷായിട്ട് ബീറ്റ് ചെയ്തോ? എക്സാമിന് 50-ൽ 2 മാർക്ക് മേടിച്ചതിന് സാർ അടിച്ചു. അതായത് ഭയങ്കര ക്രൂവലായിട്ടാണ് അടിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, ജസ്റ്റ് ഒരു അടി കൊടുത്തേ ഉള്ളൂ. അത് നിങ്ങളോടല്ല പറയേണ്ട, പേരൻസിനോട് പറയേണ്ട കാര്യം. പാരന്റിങ് നല്ലതാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ട്. പിള്ളേരാവുമ്പോൾ 2 അടിയൊക്കെ കിട്ടി വേണം പഠിക്കാൻ കേട്ടോ. ആർക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു കാര്യത്തിന് പോലും തല്ല് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? കിട്ടിയിട്ടേ ഇല്ല ഇതുവരെ ഒരു കാര്യത്തിൽ നിങ്ങളെ തല്ലിയിട്ടേ ഇല്ല? ഇല്ല. ആൻഡ്രിയൊക്കെ എന്നും അടികൊള്ളുന്നതാണ് അല്ലേ ആൻഡ്രിയ? ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ശിക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പോയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ നമ്മൾ കാണേണ്ടി വരും. 50-ൽ 2 മാർക്ക് മേടിച്ചതിന് അവൻ അടിച്ചതിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്? എനിക്ക് തോന്നുന്നില്ല. ഇല്ലടാ, ദേവാനന്ദിന്റെ സ്കൂളിൽ ഒരു കുട്ടി സാറിനെതിരെ പോയിട്ട് പോലീസ് കംപ്ലൈന്റ് ചെയ്തു. 50-ൽ 2 മാർക്ക് മേടിച്ചതിന് അവനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട്. കോമഡി തന്നെ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെച്ച മക്കളെ, ഇയർ ഓർത്ത് വെക്കണം കേട്ടോ. ഫെബ്രുവരി 11 1990 കേട്ടോ. ഓക്കെ നോക്കിക്കേ, ദ അപ്പാർത്തൈഡ് പോളിസി വാസ് അബോളിഷ്ഡ് ഇൻ 1991. അത് എഴുതി വെച്ച മക്കളെ. റേസിസം, ലൈക്ക് എന്താ പറയാ, ആളുകളെ കളറിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ആ ഒരു അപ്പാർത്തൈഡ് പോളിസി ഉണ്ടായിരുന്നു. ആ പോളിസി എന്ത് ചെയ്തു? ആ പോളിസി അവർ ഇല്ലാതാക്കി. 1991 ഈ അപ്പാർത്തൈഡ് പോളിസി ഇല്ലാതാക്കി. അപ്പാർത്തൈഡ് പോളിസി എന്നാ അബോളിഷ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1991. ഓക്കെ, സാരീസ് റിസോർട്ട് ലൈക്ക് ജയിലാണോ ദേവാനന്ദേ? കിട്ടി ഇപ്പൊ നോ പ്രോബ്ലം. എനിക്കൊക്കെ ഉണ്ടോ എത്ര അടി കിട്ടിയിട്ടുണ്ടെന്ന് അറിയുമോ? മൽബറിയുടെ വടി വെച്ചിട്ട്, പേരന്റെ വടി വെച്ചിട്ട്, ചൂല് വെച്ചിട്ട് എത്ര കിട്ടിയേക്കണെന്ന് അറിയോ? അതുകൊണ്ടൊക്കെയാ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോടൊക്കെ സംസാരിക്കേണ്ടത്, എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ ലൈക്ക് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മുടെ പേരന്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നതിലൂടെ. അല്ലാണ്ട്
ഒന്ന് അടിച്ചു അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് നിങ്ങളെ ടീച്ചർമാരുടെ എടുത്ത് ലൈക്ക് ടീച്ചർമാരെ കുറിച്ച് പോയിട്ട് കംപ്ലൈന്റ് ചെയ്യുകയല്ല വേണ്ടത്. അവരത് എന്തിനു ചെയ്തു എന്ന് ആലോചിക്കുക വേണ്ടത്. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അവിടെ ആരും ആലോചിക്കില്ല. നേരെ പോയിട്ട് ഇപ്പോഴുള്ള പിള്ളേരെല്ലാം കണക്കാം. നിങ്ങള് കുറച്ച് പേര് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ? നിങ്ങളെല്ലാരും നല്ല പിള്ളേരല്ലേ? ഓഫ്കോഴ്സ് എന്റെ കുട്ടികളെല്ലാം അടിപൊളിയാണ്. നീമ്പടി ഗൂസ്ബറിയുടെ വടി അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കൂട്ടായിട്ട് ഒരാളെങ്കിലും ഉണ്ടല്ലോ അല്ലെ? സാറ്റർഡേ സ്റ്റെപ്പിൽ സ്കോളർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് ചെയ്യും. ഓക്കെ, ആ അടി കിട്ടി തന്നെ വളരണടാ. നമുക്ക് ഒരു പേടി ഉണ്ടാവും അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിക്കാൻ പോകുമ്പോ ആ അടി കിട്ടും എന്നുള്ള പേടി കൊണ്ട് നമ്മൾ അത് ചെയ്യാണ്ടിരിക്കും അല്ലേ? അങ്ങനെ തോന്നൂല്ലേ നിങ്ങക്ക്? ആ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം പോകാനായിട്ട്. പിന്നെ ഇല്ലാണ്ട് ഇത്രയും കാലം ജീവിച്ചിരിക്കും എന്റെ കുഞ്ഞെ. നെൽസൺ മണ്ടേല മരിച്ചു പോയോന്ന്. വടി ഒടിഞ്ഞു ഫോർ ഹിസ് ജോബ്. ദൈവമേ, ആ സാർ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്ത് പോയോ? നല്ല കാര്യമായി. അവൻ ഇനി ഒരു കാലത്തും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എടാ ലൈക്ക് നമ്മളെ ടീച്ചർമാരെ കരയിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലത്തും നമ്മൾ രക്ഷപ്പെടുമെന്ന് വിചാരിക്കില്ല. ലൈക്ക് നമ്മളെപ്പോഴും പറയാറില്ല മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത്. അതെന്താ ശരിക്കും നമ്മുടെ ലൈഫിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള 4 ക്യാരക്ടേഴ്സ്. അതിൽ ഗുരു എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും നമ്മുടെ പേരൻസിന്റെ അടുത്ത് ചെലവഴിക്കുന്ന സമയത്തിനേക്കാളും കൂടുതൽ നമ്മൾ എവിടെയാണ് ചെലവഴിക്കുന്നത്? സ്കൂളിലല്ലേ അല്ലേ? നമ്മുടെ പേരൻസിന്റെ അടുത്ത് നമ്മൾ രാവിലെ വൈകുന്നേരം വരും, ചായ കുടിക്കാൻ ചായ ഉണ്ടെങ്കിൽ ആ രാത്രി നമ്മൾ സ്പെൻഡ് ചെയ്യും, കൂടിപ്പോയ രാവിലെ സ്പെൻഡ് ചെയ്യും. ബാക്കി സമയങ്ങളിലെല്ലാം നമ്മൾ എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്? സ്കൂളിൽ നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ടീച്ചേഴ്സിനോടൊപ്പം. അപ്പൊ ഏറ്റവും കൂടുതൽ പേരൻസിനേക്കാളും കൂടുതൽ നമ്മളെ പേരന്റിങ് ചെയ്യുന്നത് നമ്മുടെ ടീച്ചേഴ്സാണ്. അവരെ ഇങ്ങനെയൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര പൂർവ്വ പരിപാടിയാണ്. അത് പിന്നെ കുറച്ച് പേരൻസ് ഒക്കെ ഇതിങ്ങനെ സപ്പോർട്ടാണ്. എന്റെ മകനല്ലേ, അവനൊന്നും ചെയ്യത്തില്ല, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്തായാലും അങ്ങനെ ഒന്നും അയക്കരുത് കേട്ടോ. നിങ്ങളുടെ വർത്തമാനത്തിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളൊക്കെ അത്യാവശ്യം നല്ല പിള്ളേരാന്നുള്ളത്. സാർ അച്ഛനാണോന്നോ? ആരുടെ അച്ഛൻ? പള്ളിയിലച്ഛനാണോ എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, പിള്ളേരുടെ അച്ഛനുമല്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാൻ സിംഗിൾ ആണ്. പോടാ, നീ എന്നെ ഇപ്പോഴേ കല്യാണം കഴിപ്പിക്കും, ഞാൻ കുഞ്ഞു കുട്ടിയല്ലാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇൻ ദ ഫസ്റ്റ് ജനറൽ എലക്ഷൻ കണ്ടക്ടഡ് ഇൻ 1994, അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, ആദ്യത്തെ സൗത്ത് ആഫ്രിക്കയിലെ ആദ്യത്തെ എലക്ഷൻ നടന്നിട്ടുള്ളത് 1994 കേട്ടോ. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് അതില് ജയിച്ചിട്ടുള്ളത്. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ് അവിടെ മജോറിറ്റി ഉണ്ടായിരുന്നത്. അതിൽ ജയിച്ചിട്ടുള്ളത് അവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയി? നെൽസൺ മണ്ടേല. അങ്ങനെ ആദ്യത്തെ ഇലക്ഷനിലൂടെ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. നെൽസൺ മണ്ടേല വാസ് elected as the first black president for the free democratic South African Republic. അപ്പൊ സൗത്ത് ആഫ്രിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ബ്ലാക്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആര്? നെൽസൺ മണ്ടേല സ്ഥാനത്തേക്ക് വരുവാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് വായിച്ചു നോക്കിക്കേ എല്ലാരും. 3 പോയിന്റുകൾ വായിച്ചു നോക്കി. എന്താണ് സായും ഒരു കുറെ ഇറും? ആ, നീ എവിടായിരുന്നു? നീ ഇങ്ങനെ കല്യാണം മാമോദിസയെ കൂടി ബിരിയാണി അപ്പോ ഒക്കെ തിന്ന് നടന്നോ കേട്ടോ. ക്ലാസ്സിൽ കയറണ്ട, പഠിക്കോ വേണ്ട. ഏത്? ആ, നീ എന്തായാലും ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്തിട്ട് പോട്ടോ. ക്ലാസ് ടീച്ചറിനെ ഇൻഫോം ചെയ്തിട്ട് പോവോ? ഓക്കെ, ശരി 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 ശരി, പൊക്കോ. ഓക്കേടാ, പൊക്കോ പൊക്കോ പൊക്കോ. എന്താ? ആ ആ ആ ആ എടാ, ജീവപര്യന്തം എത്ര കൊല്ലമാണെന്നറിയോ നിനക്ക്? അതായത് ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കല്ല അത്. ഒരു ജീവപര്യന്തം എന്ന് പറയുന്ന 12 കൊല്ലമാ കേട്ടോ. ആ,
അത് ഇന്നലെ ഞാൻ പറഞ്ഞു തന്നല്ലേ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇന്നലെ പറഞ്ഞു തന്ന സാധനം. അത് ഒരു ജീവപര്യന്തം എന്ന് പറയുന്ന 12 കൊല്ലമാണ് കേട്ടോ. ആ അല്ല 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 അല്ല. ഓക്കെ ശരി, നന്ദഗോപ പറഞ്ഞേ. ആ യെസ് യെസ്. ആ പിന്നീട് ലൈക്ക് ശരിക്കും പറഞ്ഞ ഭയങ്കര സ്ട്രഗിൾ ഓൺ പീരീഡ് അല്ലേ, ശരിക്കും പറഞ്ഞ നല്ലൊരു സ്ട്രഗിൾ ഓൺ പീരീഡ് ആണ്. ബ്ലാക്സ് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി പോരാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും ഫ്രണ്ട് നിന്ന ആളാണ് നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. അപ്പൊ നെൽസൺ മണ്ടേലയുടെ സഹായത്തോട് കൂടി ഇത്ര കൊല്ലം അവർ ജയിലിലൊക്കെ കിടന്നിട്ടാണെങ്കിലും അവരുടെ അവകാശങ്ങളെല്ലാം നേടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ അപ്പാർത്തൈഡ് മൂവ്മെന്റ് കാര്യങ്ങളും എല്ലാം ഇല്ലാതാക്കുകയും 1994 ആദ്യത്തെ ഇലക്ഷൻ നടന്ന് നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആയിട്ട് മാറുകയും ചെയ്തത് കേട്ടോ. ആ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഈ അപ്പാർത്തൈഡ് പോളിസി പ്രകാരമാണല്ലോ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ അപ്പാർത്തൈഡ് പോളിസി 1991 ഇല്ലാണ്ടാക്കി കഴിഞ്ഞപ്പോ വോട്ട് ചെയ്യാനുള്ള അവകാശം നോർമലി വന്നു. ഓക്കെ, ഈ എലക്റ്റഡിന്റെ മീനിങ്ങോ കർത്താവേ, തെരഞ്ഞെടുപ്പ്, അതായത് എലക്ഷൻ ജയിച്ചു എന്നുള്ളതാണ് എലക്റ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്താണ് ദിയ മാഡം? 12 വർഷം. ഓക്കെ എടാ, ഇനി നിങ്ങളുടെ ഡൗട്ട്സ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഒരു മിനിറ്റ്, ഇതൊന്ന് ജസ്റ്റ് തീർത്തിട്ട് ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, കമന്റ് ചെയ്തോ, ഞാൻ അതിന്റെ ഒപ്പം പറഞ്ഞു നോക്കോളാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, നെൽസൺ മണ്ടേലയുടെ ഒരു സ്പീച്ച് ആണ് കേട്ടോ. നെൽസൺ മണ്ടേല പ്രസിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചത് ഇങ്ങനെയായിരുന്നു: വി ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക declare to our country and to the world, South Africa belongs to all, black and white, who inhabit this country. Here, no government can legitimately claim power unless it is based on the will of the people. എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? വി ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക, നമ്മൾ സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങൾ പറയുകയാണ്, ഈ രാജ്യം എന്ന് പറയുന്നത് ആരോടൊക്കെ? ഈ രാജ്യത്തിനോടും ലോകത്തിനോടും മുഴുവനായിട്ട് നമ്മൾ പറയുകയാണ്, സൗത്ത് ആഫ്രിക്ക ബിലോങ്സ് ടു ഓൾ. സൗത്ത് ആഫ്രിക്ക ആർക്കുള്ളതാ? എല്ലാവർക്കും ഉള്ളതാ. വൈറ്റ് എന്നോ ബ്ലാക്ക് എന്നോ ഒന്നുമില്ല. സൗത്ത് ആഫ്രിക്ക എല്ലാ ജനങ്ങൾക്കുമായിട്ടുള്ളതാണ്. ഹു ഇൻഹാബിറ്റ് ഇൻ ദ കൺട്രി, ആരൊക്കെ ആ രാജ്യത്ത് താമസിക്കുന്നുണ്ടോ, വെള്ളക്കാരനെന്നോ കറുത്ത വർഗ്ഗക്കാരനോ ഒന്നുമില്ല, ആരൊക്കെ അവിടെ താമസിക്കുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കുമായിട്ടുള്ളതാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഓക്കെ, but here no government can legitimately claim their power unless it is based on the will of the people. എന്താ, ആളുകൾക്ക് എന്താ പറയാ, അവരുടേതായിട്ടുള്ള അവകാശങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഒരു ഗവൺമെന്റിനും അവരുടെ കുത്തകയാക്കിയിട്ട് ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക വെക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് ആര് പറഞ്ഞത്? നെൽസൺ മണ്ടേല പറഞ്ഞത്. ആൻഡ് ഇൻട്രൊഡക്ടറി വേർഡ്സ് ഓഫ് ദ ഫ്രീഡം ചാർട്ടർ 1994, 1994 എന്താ പറയാ, സ്വാതന്ത്ര്യ സമരവും റിലേറ്റ് ചെയ്തിട്ട് ഒരു ഫ്രീഡം റിലേറ്റഡ് ഒരു മൂവ്മെന്റുകളെ റിലേറ്റ് ചെയ്തൊരു ബുക്ക് ഉണ്ടായിരുന്നു. അതിന്റെ മുൻഭാഗത്ത് നെൽസൺ മണ്ടേലയുടെ ഈ സ്പീച്ച് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ സ്പീച്ച് ഒന്ന് വായിച്ചു നോക്കി എല്ലാരും. ഇഷാനെ ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യം കേട്ടോ, ജനാധിപത്യപരമായിട്ട്, അതായത് ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരും കാര്യങ്ങളും ഒക്കെയുള്ള ഭരണ രീതിക്കാണ് നമ്മൾ ഡെമോക്രാറ്റിക് എന്ന് പറയുന്നത് കേട്ടോ. ലെജിസ്ലേറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഒരു 10 പേരുടെ ലീഡറാണെന്ന് വിചാരിക്കാം. ഞാൻ പറയുന്നതേ നിങ്ങൾ അനുസരിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഇതിലോട്ടും ചേരാൻ പാടില്ല, ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ചേരാൻ പാടില്ല, ഞങ്ങളെ ഇവിടെ ഭരിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഭരണരീതി ഉണ്ടാവില്ലേ? അതിനെയാണ് ലെജിസ്ലേറ്റ്ലി എന്ന് ഉദ്ദേശിക്കുക കേട്ടോ. ഓക്കെ, പിറ്റേ ദിവസം ആണോ? അത് നമുക്ക് പിന്നെ പറയാം നന്ദകിഷോർ, ഇനിയും ഒരുപാട് ഉണ്ടാവും. ഓക്കെ, റസി പറഞ്ഞു തരാം കേട്ടോ. അബോളിഷ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തലാക്കി, ലൈക്ക് സ്റ്റോപ്പ് ചെയ്തു എന്നാണ് കേട്ടോ.
ബേസ്ഡ് ഓൺ ദ വിൽ ഓഫ് ദ പീപ്പിളിന്റെ മീനിങ്ങോ? എന്റെ ദേവിയെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സാമാന്യമായിട്ടുള്ള ഇംഗ്ലീഷ് ബോധം വളരെ കുറവാണോ? ബേസ്ഡ് ഓൺ ദ വിൽ ഓഫ് ദ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ ആഗ്രഹങ്ങളും അവരുടെ എന്താ പറയാ അവരുടെ റൈറ്റ്സ് പ്രകാരം, അവരുടെ ആവശ്യങ്ങൾ പ്രകാരം എന്നുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ ഓരോ വേർഡ്സ് വൈസ് വായിച്ച് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. പറയാം, അത് അറിഞ്ഞിട്ട് ഇപ്പൊ പറയാടാ, ഞാൻ മുന്നോട്ട് പോട്ടെ. വില്ല് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ, അല്ലെങ്കിൽ അവരുടെ റൈറ്റ്സ്, അതാണ് കേട്ടോ. എടാ ടൈപ്പിംഗ് വർക്ക് ആവുന്ന ഇവൻ ടൈപ്പ് ചെയ്തോ, ഉത്തര ഏബലൊക്കെ ടൈപ്പ് ചെയ്തോ കേട്ടോ. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. ആൻഡ് ത്രൂ ദിസ് സ്പീച്ച് മണ്ടേല റിമൈൻഡഡ് ദ ആഫ്രിക്കൻസ് ദ നീഡ് ടു സ്റ്റേ യുണൈറ്റഡ്. ഈ ഒരു സ്പീച്ചിലൂടെ എന്താണ് മണ്ടേല, നെൽസൺ മണ്ടേല എന്താ പറയുന്നത്? എല്ലാ ആഫ്രിക്കൻസും ഒന്നിച്ചു ചേർന്ന് ഒരുപോലെ നിൽക്കണം എന്നുള്ളതാണ്. ആൻഡ് നെൽസൺ മണ്ടേലാസ് വ്യൂ ഓഫ് കോ എക്സിസ്റ്റൻസ്, എല്ലാരും കൂടെ ഒത്തുചേർന്ന് മുന്നോട്ട് പോകുന്നതിന്റെ ആ ഒരു വ്യൂ പോയിന്റിൽ നെൽസൺ മണ്ടേല പറയാണ്, is a model of all nations of the world where different races harmoniously live together. എല്ലാ കളറിലുള്ള ആൾക്കാരും, പ്രത്യേകിച്ച് വെള്ളക്കാരനെന്നോ കറുത്തവർക്കാരെന്നോ വേർതിരിവുകളൊന്നും ഇല്ലാതെ എല്ലാ റേസസിലുള്ള ആൾക്കാര് സന്തോഷത്തോട് കൂടിയിട്ട് ഹാർമോണിയസ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോടെ സഹോദരത്തോടെ കൂടിയിട്ട് എന്താ പറയാ ഒന്നിച്ച് ചേർന്ന് താമസിക്കണം എന്നാണ് ആര് പറയുന്നത്? നെൽസൺ മണ്ടേല പറയുന്നത് കേട്ടോ. അപ്പോ നെൽസൺ മണ്ടേല ഈ സ്പീച്ച് എല്ലാവരും നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം. ഡിക്ലെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് കേട്ടോ. വില്ല എന്തിനാന്നോ? ഒരു രാജ്യത്ത് നമ്മൾ താമസിക്കുമ്പോൾ നമുക്കായിട്ടുള്ള അവകാശങ്ങളോ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ശ്രീലക്ഷ്മി, ഈശ്വര, ഒരൊറ്റ അടി കിട്ടിയാനാണോ അങ്ങനെ ചെയ്തത് സന്തോഷ്? ഓരോ ആഗ്രഹങ്ങളും ഒക്കെ. എന്താണ് അമ്മിയ? അതേലോ, ആരെങ്കിലും കണ്ടുപിടിച്ച് തരാനുള്ള പ്ലാൻ ഉണ്ടോ? ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. നമ്മുടെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ആ പോർഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഏതെങ്കിലും പോർഷൻസ് ഒക്കെ നോക്കിക്കേ, തുടക്കം തൊട്ട് ആ പേജസ് ഒക്കെ ഒന്ന് മറച്ചു നോക്കിക്കേ. എല്ലാ പേജസ് ഒക്കെ ഒന്ന് മറച്ചു നോക്കി. ഏതെങ്കിലും പോർഷൻസിൽ എന്തെങ്കിലും ഒക്കെ പഠിക്കാത്തതുണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടോ? ദേവാനന്ദേ, എന്താ മോനെ വേട്ടെന്ന് പറഞ്ഞു? ആ എന്തോ എലക്ഷൻ നടത്തി എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അതിന് നമ്മളിപ്പോ മറ്റേ എന്താ അപ്പാർത്തൈഡ് പോളിസി കാര്യങ്ങളെല്ലാം വന്നപ്പോ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എങ്ങനെ ഇലക്ഷൻ നടക്കും? ബ്രിട്ടീഷുകാരുടെ ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു എന്താ പറയാ കുറച്ച് ആൾക്കാർക്ക്, വൈറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഇതേ ചാപ്റ്ററിൽ തന്നെ. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ആ അതിന് മുന്നേ ഇല്ലായിരുന്നു. ബ്ലാക്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ലായിരുന്നു. ഡെമോക്രസിയാണ്. ഓക്കെ, ഉത്തര ഉണ്ടല്ലോ. നാളെയല്ലേ ഞാൻ ക്ലാസ് എന്തോ? അയ്യോ, എനിക്ക് വന്നിട്ടില്ലടാ. ഇവിടെ എന്റെ കമന്റ് ബോക്സിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല. മിക്കവാറും ടീച്ചറിനായിരിക്കും അയക്കുന്നുണ്ടാവാ. ആണോ? എനിക്ക് ഇവിടെ കമന്റ് ബോക്സിൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടില്ല. ഇല്ല, ഇവിടെ വന്നിട്ടേ ഇല്ല. ആദ്യം തൊട്ടല്ല എല്ലാ മെസ്സേജും ഞാൻ എടുത്തു നോക്കി. ഇതിനകത്തൊന്നും നാളെ എന്റെ ബർത്ത്ഡേ ആണെന്നുള്ള സാധനം വന്നില്ല. ഒരു കൈ പൊക്കട് സിമ്പിൾ മാത്രം വന്നിട്ടുണ്ട്, വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, നാളെ ഞാൻ വന്ന് വിഷ് ചെയ്തോളാം കേട്ടോ. ധ്രുവേ, ലൈക്ക് നീ ആ ഒരു പാരഗ്രാഫ് ടോട്ടലി അല്ലെങ്കിൽ ആ സെന്റൻസ് ടോട്ടലി ഒന്ന് വായിക്കോ? ടോട്ടൽ എന്നുള്ളൊരു അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്ന് പറയുന്ന വേർഡ് മീനിങ് ആണ് വരിക കേട്ടോ. ഇമ്മൻസി ലൈക്ക് ടോട്ടലി അല്ലെങ്കിൽ അതിന് മുഴുവനായി, ഏറ്റവും കൂടുതൽ, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ് വരിക കേട്ടോ. മാക്സിമം, അതാണ് എക്സാക്ട് വേർഡ്.
മാക്സിമം. ഓക്കെ ഓക്കെ സെറ്റ് അല്ലേ ഇഷാനെ? ആ അതൊക്കെ ഡെമോക്രാറ്റിക് ആയതിനു ശേഷം, ജനാധിപത്യം ആയതിനു ശേഷം ചെയ്യാമായിരുന്നു കേട്ടോ. അതിന് മുന്നേ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഓക്കേടാ ശരി. ആദിദേവേ എനിക്കും അടി കിട്ടി വൈദ്യത ഇല്ലാതെയോ, അത് മാത്രം വന്നിട്ടുണ്ട്. വേറെ എന്താ നിനക്കായ? വേറെ എന്താ വന്നത്? ആ എന്റെ കുപ്പിയോടെ എന്ന് ചോദിച്ചല്ലേ, അത് രണ്ടും വന്നിട്ടുണ്ടാ? വന്നു വന്നു വന്നു. ഓക്കെ ആൽഫന്റെ ആഗ്നസിന്റെയും ബർത്ത്ഡേ ആണ് 14-ാം തീയതി. 16-ാം തീയതി ഫാദറിന്റെ ബർത്ത്ഡേ ആണ്. 17-ാം തീയതി മദറിന്റെ ബർത്ത്ഡേ ആണ്. ഓഗസ്റ്റ് 4-ാം തീയതി സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഫാമിലി പാക്ക് ആണല്ലോ ഇത്. എന്താണ് ചോദിക്കുന്നത്? ഓക്കെ അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. നമ്മുടെ 12th ചാപ്റ്റർ ദ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ഹിസ്റ്ററി. ഓക്കെ കേട്ടോ. അപ്പൊ ഇത്രയും ക്ലിയോൺ സ്റ്റാർട്ട് ചെയ്യാടാ. കൂടക്കല്ലൊക്കെ ഈ ചാപ്റ്ററിലാണ് ഉള്ളത്. 8-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ റസി, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഈ മാസം കുറെ പേരുടെ ബർത്ത്ഡേസ് ഉണ്ടല്ലോ. ഓക്കെ നാളെ 6-ാം തീയതി ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? 6-ാം തീയതി ഇനി 6-ാം തീയതി ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടോ? ഇല്ല. എന്ത് തോന്നുന്നു റയാന ന്യൂവാൻ? അത് കൃത്യം വയസ്സൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ മോനെ. എന്റെ ബർത്ത്ഡേ നവംബർ 3 ആണെന്ന് തരുൺ മാധവ്. എന്റെയും നവംബർ 3 എനിക്കൊരു കൂട്ട് കിട്ടി. തരുൺ മാധവ് എന്റെയും ബർത്ത്ഡേ നവംബർ 3 തീയതിയാണ് കേട്ടോ. ഓക്കെ 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 ഓക്കെ. ഫെബ്രുവരി 11 ബർത്ത്ഡേ ഉണ്ട്. ഓക്കെ ശരി ശരി. ഓക്കെ എന്റെ വീട് ഇടിക്കുകയാണ്. ഓക്കെ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ദ ഹിസ്റ്ററി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. നോക്കിക്കേ, ഹിസ്റ്ററി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി ദാറ്റ് സയന്റിഫിക്കലി റെക്കോർഡ്സ് എ പാസ്റ്റ് ബേസ്ഡ് ഓൺ എവിഡൻസ്. അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഓരോരോ കാലഘട്ടത്തിന്റെ എവിഡൻസുകൾ വെച്ചിട്ട്, അതിന്റെ തെളിവുകൾ വെച്ചിട്ട് നമ്മൾ പഴയ കാലത്തിനെ കുറിച്ച് നടത്തുന്ന ഒരു പഠനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹിസ്റ്ററി എന്ന് പറയുക. ഓക്കെ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ ഗൈസ്. History is the branch of study that scientifically records the past based on the evidence. അതായത് ഭൂമിയിൽ നമുക്ക് കുറെ നമ്മൾ പറഞ്ഞു കേൾക്കാറില്ലേ, നിധി കിട്ടി അല്ലെങ്കിൽ പഴയ കാലത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറില്ലേ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ? നിധി എടുക്കാൻ പോണൊക്കെ സിനിമകളൊക്കെ കേട്ടിട്ടുണ്ടോ? ആരും കാണാനല്ലേ? അറ്റ്ലീസ്റ്റ് ജാക്കി ചാനെങ്കിലും കണ്ടിട്ടുണ്ടോ കൊച്ചു ടിവിയില്? അതും ആരും കണ്ടിട്ടില്ല. ഫോസിൽസ് നല്ല അറിവുകളുള്ള ആൾക്കാരാണ്. എന്നിട്ടാണ് യെസ്. അപ്പോ എന്താ പറയാ, ഹിസ്റ്ററി ബേസിസിൽ ഹിസ്റ്ററി എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ എന്താ പറയാ, പാസ്റ്റ്, നമ്മുടെ പാസ്റ്റിനെ പറ്റിയുള്ള റെക്കോർഡുകളും. സാർ മരകത നായർ, നീ അതൊക്കെ കണ്ടിട്ടുണ്ട്? അദ്വൈതേ എന്റെ ഫേവറേറ്റ് സിനിമ അത്. തമിഴ് മൂവിയാണ് കേട്ടോ. അവൻ അതൊക്കെ കണ്ടിട്ടിരിക്കാം. അദ്വൈത്, താങ്കളിൽ ഞാനൊരു ഭാവി കാണുന്നു. അതിനകത്ത് നല്ലൊരു പാട്ടൊക്കെ ഉണ്ട്. ARM ഒക്കെ കണ്ടിട്ടുണ്ടോ? ARM ഒന്നും കാണാത്ത ആൾക്കാരില്ലെന്ന് തോന്നുന്നു. ഉണ്ട്. ആശ്വാസമായി. ഓക്കെ അപ്പൊ അങ്ങനെ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ കിട്ടുന്ന എവിഡൻസുകളൊക്കെ വെച്ചിട്ട് നമ്മൾ നടത്തുന്ന ഒരു സ്റ്റഡിക്കാണ് നമ്മൾ എന്ത് പറയുക? ഹിസ്റ്ററി എന്ന് പറയുക. ചരിത്രം കേട്ടോ. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം. ഓക്കെ and the writing of history is the process of, ഇതും കൂടെ അണ്ടർലൈൻ ചെയ്യണേ, the writing of history is the process of collecting these piece of evidence for scientific analysis and documenting the past. അതായത് നമുക്ക് ഓരോ സ്ഥലത്തു നിന്നും ഓരോ എവിഡൻസുകളൊക്കെ കിട്ടി എന്ന് വിചാരിക്കാം.
എന്താണ്, എന്തൊക്കെ എവിഡൻസുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാ? പഴയ കോയിനുകള് അല്ലെ, പണ്ട് ആൾക്കാർ അടക്കം ചെയ്തിരുന്ന സാധനങ്ങള്, പിരമിഡുകളൊക്കെ കണ്ടിട്ടില്ലേ? പിരമിഡ്, എവിടെ പിരമിഡൊക്കെ ഉള്ള? എന്താ പിരമിഡിനകത്ത് എന്താ ചെയ്യാ നമ്മള്? 8th സ്റ്റാൻഡേർഡിലുണ്ട് സാർ ഹിസ്റ്ററി, അതെനിക്ക് അറിയാടാ. 8th സ്റ്റാൻഡേർഡിലോട്ട് നിങ്ങൾ വരട്ടെ, ഏബലൊക്കെ ഇപ്പൊ ഉറങ്ങി വീഴും. ആ മമ്മി അല്ലെ, ഈജിപ്തില് മമ്മി സൂക്ഷിക്കുന്ന സ്ഥലമാണ് അത്. ആ ഏതാണ്? ആകാശദൂതോ? ആകാശദൂതിനകത്ത് എവിടെയാടാ നിധി? അത് മുഴുവൻ കരച്ചിലും മരണമല്ലേ? ആ യെസ്, ഓക്കെ. ഈജിപ്തിലെ പിരമിഡിനകത്ത് എന്താ സൂക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോ അർഷദ് പറയാ ശവംസ്. ശവം എന്ന് മാത്രമല്ല, അവന് ശവംസ് ഒരു എസും കൂടെ ഉണ്ട് അവിടെ. ആ ഓക്കെ. അപ്പൊ നമ്മള് എന്താ മമ്മീസിനെ കട്ട് ചെയ്യുന്ന സ്ഥലമാണ് അല്ലെ. അപ്പോ എന്താണ് അത് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളാണ്. അതുപോലെ നമുക്ക് കോയിൻസ്, നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ എന്താ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന എവിഡൻസുകളാണ്. ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ ഇന്ന കാലത്ത് ഇന്നത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മളിപ്പോ കൂടക്കല്ല്, തൊപ്പിക്കല്ല്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പിക്ചറുകളൊക്കെ കണ്ടിട്ടില്ലേ അല്ലെ? 6ാം ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു കാണുമല്ലോ അത്. യെസ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ പാസ്റ്റിലുള്ള ആൾക്കാർ ഉപയോഗിച്ചു വന്ന പാത്രങ്ങള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോ പാസ്റ്റിലുള്ള ആൾക്കാർ ഉപയോഗിച്ചു വന്നതിനുള്ള തെളിവാണ്. അപ്പൊ റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെളിവുകളെല്ലാം വെച്ച് അതിന്റെ കാലപ്പഴക്കമൊക്കെ നോക്കിയിട്ട് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എത്ര കാലപ്പഴക്കം ഉണ്ട്, എത്ര വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനമാണ് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അത് ഏത് കാലത്ത് ഉപയോഗിച്ചിട്ട് കാലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കുന്ന പരിപാടിക്കാണ് എന്ത് പറയാ? റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയാം. ഓക്കെ. മമ്മിക്ക് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ലടാ, അത് അവരുടെ ആചാരമാണ്, അവരത് കെപ്റ്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ. മരിച്ചുപോയ ആൾക്കാരെ അത് സുഗന്ധവ്യഞ്ജനങ്ങളും സാധനങ്ങളും എല്ലാം ഇട്ട് എന്താ അടക്കം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അടുപ്പ് കൂട്ടിപ്പാറാറി അറിയാം. ഞാൻ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇപ്പൊ ലോക്കൽ ഹിസ്റ്ററി ഇന്നലെ ഒരാൾ ചോദിച്ചായിരുന്നു ലോക്കൽ ഹിസ്റ്ററി എങ്ങനെ എഴുതണേന്നൊക്കെ. അതൊക്കെ ഇന്ന് നമ്മൾ പഠിക്കാം. ഇന്ന് പഠിച്ചില്ലെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ചു തീർക്കും. ഓക്കെ. മമ്മിയുടെ ഇൻസൈഡിൽ റിയൽ പേഴ്സൺ ആയിരിക്കും ഉണ്ടാവുക, അയാൾ മരിച്ചു പോയതായിരിക്കും. ഓക്കെ. തൊപ്പിക്കല്ലാണോ മണ്ണപ്പം എന്നോ എന്തൊക്കെയാ നീ വിളിച്ചു പോകുന്നേ? Okay, local history is a minute and comprehensive documentation of small geographical region, a person or an event. നമ്മുടെ അതായത് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ ഏത് ഏരിയയിലാണ് താമസിക്കുന്നത്, നിങ്ങളുടെ സ്ഥലപ്പേര് കൃത്യമായിട്ട് അറിയാലോ? അറിയില്ല എല്ലാവർക്കും? അറിയാവോ? അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് സ്ഥലത്താ താമസിക്കുന്നതെന്ന് സ്വന്തം സ്ഥലം അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ജില്ലയെങ്കിലും അറിയാലോ അല്ലെ? ഇങ്ങനെ കണ്ണും വെച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിക്കുന്ന. ഓക്കെ. അപ്പോ ആ നാടിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ കൃഷ്ണനുണ്ണി ഈസ് ഫ്രം മൂവാറ്റുപുഴ. ഐ ആം നിയർ ബൈ കൃഷ്ണനുണ്ണി, എന്റെ വീടും അവിടെ എന്റെ അടുത്തൊക്കെ ആയിട്ട് വരും. ഓക്കെ. ഐ ആം ഫ്രം തൃശ്ശൂർ. ഓക്കെ. ജില്ലകളും സ്ഥലങ്ങളുടെ പേരുകളൊക്കെ പണ്ട് ആ സ്ഥലത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട്, ആ സ്ഥലത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയൂ? ഇടുക്കി മൂന്നാർ തോക്കുപാറ. തോക്കുപാറയിൽ നിന്നുള്ള വേദാസുബി. ദേ അവിടെ താളിയോല ഗന്ധങ്ങളുമായി ഒരു കുട്ടി ഇരിക്കുന്നു. എന്താ അത്? എന്തിനെ പറ്റിയുള്ള താളിയോല ഗ്രന്ഥങ്ങളാണത്, ഗന്ധങ്ങൾ എന്നൊക്കെ. എന്തിനെ കുറിച്ചുള്ള ആർക്കറിയാന്നു? എന്നാ അവിടെ എങ്ങാനും വെച്ചേരെ കേട്ടോ, അവിടെ വെച്ചു. അതൊന്നും ഉപയോഗിക്കണ്ട. ഓക്കെ. അപ്പോ ലോക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കുഞ്ഞു സ്ഥലത്തിനെ പറ്റിയുള്ള പണ്ടത്തെ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, ഒരു പഞ്ചായത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നത് രൂപപ്പെടുത്തി, ഇപ്പോഴത്തെ പ്രസിഡന്റ് ഒക്കെ ആരാണ്, ഏതൊക്കെ വാർഡുകൾ അതിനകത്തുണ്ട്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളാണ്. തോടുണ്ടോ, പുഴയുണ്ടോ, വീടുകളൊക്കെ എത്ര ഉണ്ട്, എത്ര ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകളെയാണ് നമ്മൾ എന്ത് പറയാ? ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയാം കേട്ടോ. ഓക്കെ. ആ പ്രദേശത്തിന്റെ ചരിത്രം ടോട്ടൽ എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ട്, എന്തെങ്കിലും പ്രാധാന്യമുള്ള സ്ഥലമാണോ എന്നൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ ഹിസ്റ്ററി ഒക്കെ എഴുതുക. അതൊക്കെ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം, പതുക്കെ പറഞ്ഞുതരാം. ഓക്കെ. ഈ ആദ്യത്തെ 2 അണ്ടർലൈൻ ചെയ്തിട്ടായിരുന്നോ എല്ലാരും? അണ്ടർലൈൻ ചെയ്തിട്ടോ? ഒരു താല്പര്യം ഇല്ല എല്ലാവർക്കും.
ഓക്കെ, യെസ്, അണ്ടർലൈൻ ചെയ്തു. എന്റെ പൊന്ന് നന്ദോ വയ്യ, എനിക്ക് വിശന്നിട്ട് വയ്യ. നീ അടങ്ങിയിരി. അവരെന്തൊരു ഷവായി കഴിച്ചു, ലെമൺ സ്ക്യൂസ് ചെയ്തൊഴിച്ചിട്ട് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ചായ പോലും കുടിച്ചിട്ടില്ല മനുഷ്യന് ഇവിടെ. അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഓക്കെ, എല്ലാരും അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ, ഓക്കെ. നമ്മള് ഹിസ്റ്ററി എന്നും ലോക്കൽ ഹിസ്റ്ററി എന്നും തരംതിരിച്ച് ഒരു കോളം ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ എല്ലാരും? കണ്ടോ? അത് സൈഡിൽ ഒന്ന് ടിക്ക് ഇട്ടിട്ട് വെരി ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇത് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഹിസ്റ്ററിയില്? ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും അത് തന്നെ ആൻഡ്രിയ, കറക്റ്റ്. യെസ്, അപ്പോ അവിടെ നിന്ന് എഴുതി വെച്ചത് അണ്ടർലൈൻ അല്ല, ടിക്ക് ചെയ്തിട്ട് അവിടെ വെരി ഇമ്പോർട്ടന്റ് എഴുതി വെക്കുക. കാരണം ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഇനി കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായി. അപ്പൊ അതിനകത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാത്തിനകത്തും ഈ ചോദ്യം ഉണ്ട്. എന്താണ് ഹിസ്റ്ററിയും ലോക്കൽ ഹിസ്റ്ററിയും തമ്മിലുള്ള വ്യത്യാസം? എന്തായിരിക്കും വ്യത്യാസം? ഹിസ്റ്ററി, ആദ്യത്തെ പോയിന്റ് നോക്കി, ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, പ്ലേസ് ഓർ കൺട്രി. അതായത് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മള് ഒരു രാജ്യത്തിന്റെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഒരു ടോട്ടൽ ഒരു സ്റ്റേറ്റിന്റെയോ അല്ലെങ്കിൽ എന്താ പറയുക വലിയൊരു പ്രദേശത്തിന്റെ ആയിരിക്കും. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ, ചരിത്രം എഴുതുമ്പോ വലിയൊരു പ്രദേശത്തിന്റെ ആയിരിക്കും. വേണ്ട വേണ്ട, എഴുതണ്ട എഴുതണ്ട, എഴുതാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ടിക്ക് ഇട്ടിട്ട് എന്റെ ഒപ്പം വായിച്ചു പോകാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഡോക്യുമെന്റ്സ് ദ ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, വലിയൊരു പ്രദേശത്തിന്റെ ചരിത്രമായിരിക്കും നമ്മൾ അവിടെ ഹിസ്റ്ററിയിൽ എഴുതുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അതിന്റെ ഉള്ളിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത മക്കളെ, ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, വലിയൊരു പ്രദേശത്തിന്റെ ആയിരിക്കും. ഇനി ലോക്കൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോ എന്താ? ഹിസ്റ്ററി ഓഫ് എ സ്മോൾ റീജിയൻ, വളരെ ചെറിയൊരു പ്രദേശം, ഒരു പഞ്ചായത്തോ ഒരു വാർഡോ അല്ലെങ്കിൽ എന്താ കുഞ്ഞൊരു സ്ഥലത്തിന്റെ ആയിരിക്കും എന്ത് ഈ ലോക്കൽ ഹിസ്റ്ററി നമ്മൾ എഴുതുന്നുണ്ടാവും. അവിടെ എന്തൊക്കെ നടന്നു, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ഉണ്ടോ എന്നുള്ളത് മാത്രമായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവും. ഹിസ്റ്ററി പറയുമ്പോൾ എന്താ? ഹിസ്റ്ററി ഓഫ് എ വാസ്റ്റ് റീജിയൻ, വലിയൊരു പ്രദേശത്തിന്റെ ആയിരിക്കും. ലോക്കൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു സ്മോൾ റീജിയനെ കുറിച്ചുള്ള ചരിത്രമായിരിക്കും നമ്മൾ അവിടെ എഴുതുന്നുണ്ടാവും. ധനീന ഒന്നുകൂടെ ഒന്ന് കയറി നോക്കുവോ? വേറെ ആർക്കെങ്കിലും ക്ലിയർ അല്ലാത്തുണ്ടോ? ഇല്ല, ഓക്കെ ആണ്. ധനീന ഒന്ന് ലെഫ്റ്റ് ആയിട്ട് കയറി നോക്കുവോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? അല്ലെങ്കിൽ റേഞ്ച് ഉള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് ഒന്ന് മാറി നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഹിസ്റ്ററിയിൽ എന്തൊക്കെയാ? ഹിസ്റ്ററി ഈസ് റെക്കോർഡ് യൂസിങ് റിട്ടൺ ഡോക്യുമെന്റ്സ്, എഴുതപ്പെട്ടിട്ടുള്ള രേഖകൾ. ഇപ്പൊ ശ്രീലക്ഷ്മി ഒരു താളിയോലയൊക്കെ കാണിച്ചു തന്നായിരുന്നു. താളിയോലൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതുന്ന ഒരു സാധനമാണ് അല്ലെ? നമ്മളൊക്കെ ഇപ്പൊ ആരെങ്കിലും താളിയോലയില് മറ്റേ അരവൊക്കെ വെച്ച് എഴുതുന്ന ആൾക്കാരുണ്ടോ? ഇല്ല, അതൊക്കെ പണ്ടത്തെ എന്താ ബുക്കിംഗ് രീതികളാ. ബുക്കും പേപ്പറും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള രീതികളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള റിട്ടൺ ഡോക്യുമെന്റ്സ്, താളിയോലകൾ, അങ്ങനെയുള്ള ഗ്രന്ഥങ്ങള്, അതുപോലെ തന്നെ എന്താ ഭൂമിയുടെ അടിയിൽ നിന്നൊക്കെ നമ്മൾ കുഴിച്ചെടുത്തിട്ടുള്ള സാധനങ്ങള്, നാണയങ്ങള്, സ്വർണങ്ങള്, അല്ലെങ്കിൽ എന്താ ഇപ്പോ ഏതെങ്കിലും ഭൂമിയിൽ നമ്മൾ പണിതതിന്റെ അവശിഷ്ടങ്ങള്, അങ്ങനെയുള്ള എവിഡൻസുകളെയാണ് നമ്മൾ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ എന്ന് പറയാം. അങ്ങനെയുള്ള എവിഡൻസുകൾ, ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ് എന്ത്? ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ചരിത്രം നമ്മൾ അങ്ങനെയായിരിക്കും എഴുതുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്. ലോക്കൽ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോ നമ്മുടെ നാട്ടില് എന്തൊക്കെ ഉത്സവങ്ങളുണ്ട്, എന്തൊക്കെ ഭക്ഷണ രീതി, ക്വിസീൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഭക്ഷണ രീതി. അതായത് ഞങ്ങള് ഇപ്പൊ ഇടുക്കിയിലുള്ള ഭക്ഷണ രീതി ആണോ കണ്ണൂരുള്ളത്? ആണോ? ഇപ്പൊ ചോറൊക്കെ ആയിരിക്കും എല്ലാവരും കഴിക്കുന്നുണ്ടാവുക. ആ ചോറ് വെക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും, കറി വെക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഓരോ രീതികൾക്ക് പോലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒരു ഒരു കിടില സാധനം ഉണ്ട്, ഏഷ്യാഡ് എന്ന് പറഞ്ഞിട്ട്. നോർമലി അത് എല്ലും കപ്പ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കഴിച്ചിട്ടുണ്ട് എല്ലാരും? എല്ലും കപ്പ കഴിച്ചിട്ടുണ്ടാ? ഇല്ലാന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. എല്ലും കപ്പയും ഒരു ചൂട് കട്ടൻ ചായയും കിടിലവാ കേട്ടോ. കഴിച്ചു നോക്ക് എപ്പോഴെങ്കിലും ഒക്കെ. എന്താന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് അച്ഛനും അമ്മ ഇരിപ്പട്ടെങ്കിൽ പറഞ്ഞു നോക്ക്. ഈശ്വര, ഈ സാറിനെ കൊണ്ട് തൊല്ലയായല്ലോ എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവും. ഇടയ്ക്കൊക്കെ അല്ലേ, ഒരു ദിവസമൊക്കെ അല്ലേ. എന്റെ ഫേവറേറ്റ് സാധനമാണത്. അപ്പോ കപ്പയും എല്ലും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പുഴുങ്ങി എടുത്ത് അതിന്റെ മുകളിൽ കുറച്ച് സവോളയൊക്കെ അരിഞ്ഞിട്ട് അതിന്റെ കൂടുതൽ ചൂട് കട്ടൻ ചായ കൂടെ കഴിക്കുമ്പോണ്ടോ അടിപൊളിയാണ്, കിടിലമാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടാക്കുന്ന സാധനമാണിത്. അപ്പൊ ഇതേ രീതി ഞങ്ങൾ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, കല്യാണം ഉണ്ടെങ്കിലും മാമോസ് ഉണ്ടെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലും തലേ ദിവസം ഈ സാധനം ഉണ്ടാവും. പക്ഷെ ബാക്കി ജില്ലകളിലൊക്കെ ഇത് തലേ ദിവസമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, അങ്ങനെ ഒക്കേഷൻസ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അത് കുറവാണ്. ഇല്ല അല്ലെ? കുറച്ച് ജില്ലകളൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്ത് വല്ല ഉണ്ടായാലേ. അപ്പൊ ഓരോ സ്ഥലങ്ങളിലും
ഓരോ ഭക്ഷണ രീതികളാണ്. ഇപ്പോ എന്താ പറയാ, കണ്ണൂര് കോഴിക്കോട് ഏരിയകളൊക്കെ ബിരിയാണിക്ക് ഭയങ്കര പ്രാധാന്യം കൂടുതലാണ് അല്ലെ. അപ്പൊ ഓരോ ഏരിയകളിലും അങ്ങനെ ഡിഫറൻസിയേഷൻസ് ഉണ്ട്. അപ്പോ അവിടെയുള്ള ക്യുസീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രീതികളാണ് കേട്ടോ. പിന്നെ ആചാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, ട്രഡീഷൻസിന് വ്യത്യാസം ഉണ്ടാവും, വർത്താനം പറയുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും അല്ലെ. നമ്മളെല്ലാവരും പറയുന്നത് മലയാളമാണെങ്കിൽ പോലും ആ മലയാളത്തിൽ തന്നെ വേരിയേഷൻസ് ഉണ്ട്, ഇല്ലേ മക്കളെ? അല്ലേ? അതുകൊണ്ട് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പൊ വന്നീന, കണ്ടീന, പോയിന, കേട്ടീന എന്നൊക്കെ ആയിരിക്കും മലപ്പുറം കോഴിക്കോട് ഏരിയയിലുള്ള ആൾക്കാർക്ക് പറയാം. ഇപ്പൊ കണ്ണൂർ എന്ന് പറയുമ്പോ നമ്മുടെ അഫ്രാദ് ഭാഷനൊക്കെ അറിയോ? ആർക്കെങ്കിലും അഫ്രാദ് ഭാഷനൊക്കെ അറിയാറുന്നുണ്ടോ? നേരത്തെ കഴിഞ്ഞ കൊല്ലം മാത്സ് പഠിപ്പിച്ചിരുന്ന ഭാഷയാണ്. അപ്പൊ ഭാഷയൊക്കെ എന്താ പറയാ, കുറച്ച് വേരിയേഷൻസ് കൂടുതലാണ് ഭാഷനും. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ പോലും ഇപ്പൊ എന്താ പറയാ, എന്താന്നേ, എന്നാന്നേ എന്നൊക്കെ, എന്താണെന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്നാടാ എന്നൊക്കെയല്ലേ ചോദിക്കുക, എന്താടാന്ന് ചോദിക്കില്ല. എനിക്കവിടെ ഇന്നായ. അപ്പൊ അങ്ങനെ കുറെ വേരിയേഷൻസ് നമുക്ക് മലയാളത്തിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ ഓറൽ ട്രഡീഷൻസ് പറയാൻ നമ്മൾ വർത്താനം പറയുന്ന രീതിക്കാണ്. ഓക്കെ, നമ്മൾ വർത്താനം പറയുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും. അതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതുന്നുണ്ടാവുക, ലോക്കൽ ഹിസ്റ്ററി എഴുതുന്നുണ്ടാവുക. ഓക്കെ ഓക്കെ കേട്ടോ. ഇനി ഹിസ്റ്ററിയിലോട്ട് വരുമ്പോ നമ്മൾ പണ്ട് നടന്ന കാര്യങ്ങൾ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ജനിച്ചു, അത് നമ്മൾ എവിടെയായിരിക്കും എഴുതുന്നുണ്ടാവുക? ക്രിസ്തുവിന്റെ ലോക്കൽ ഹിസ്റ്ററിയിലാണ് കൊണ്ട് എഴുതുന്നുണ്ടാവുക? അല്ല, നമ്മള് അത് വലിയൊരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അസസ് പാസ് ഇവന്റ്സ്, പണ്ട് ചരിത്രത്തിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട യുദ്ധങ്ങള്, ആരെങ്കിലൊക്കെ ജനിച്ച കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ എന്താ, ഓരോ രാജ്യത്തിന്റെ കൾച്ചർ, അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം നമ്മൾ എവിടെ രേഖപ്പെടുത്തും? ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തും. പക്ഷെ ഇവിടെ വരുമ്പോൾ, ലോക്കൽ ഹിസ്റ്ററിയിലോട്ട് വരുമ്പോൾ, ബൈ democratic history due to representation is given to region, people and events that have been left out of the mainstream history. വലിയ ചരിത്രത്തിന്റെ കാര്യങ്ങളൊന്നും അല്ല നമ്മളവിടെ നോക്കുന്നത്. നമ്മുടെ ആ കുഞ്ഞു സ്ഥലത്ത് എന്തൊക്കെ നടന്നു, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ, ആ സ്ഥലത്തിന് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം ഉണ്ടോ, അവിടെ നടന്നിട്ടുള്ള, അവിടെ എന്താണ് ആദ്യം വന്നിട്ടുള്ളത്, പഞ്ചായത്താണോ അല്ലെങ്കിൽ എന്താ ആളുകളുടെ ഗ്രാമസഭയാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഓരോ വർഷങ്ങൾ വന്നിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ മാത്രമായിരിക്കും എവിടെ നമ്മൾ കാണുന്നുള്ളൂ, ലോക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, കിട്ടിയോ ആ വ്യത്യാസങ്ങൾ? ആ 3 കോളങ്ങളും ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കി ഒരു തവണ എല്ലാരും. എനിക്ക് പ്രകാശ കൊള്ളാലോ. ക്യുസീന്റെ മീനിങ് എന്താടാ? ഭക്ഷണ രീതി കേട്ടോ. അതായത് ഓരോ ക്യുസീനുണ്ട്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ഹോട്ടൽ ചെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹോട്ടലിൽ ലൈക്ക് ഇപ്പൊ നമ്മുടെ നോർമൽ റെസ്റ്റോറൻറ്റ്സിൽ ചെന്ന് നോക്കുന്ന കാര്യം അല്ലാട്ടാ പറഞ്ഞേ. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടൽസ് അല്ലെങ്കിൽ 4 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ നമുക്ക് ചെന്ന് നോക്കി കഴിയുമ്പോൾ അവിടെ ഓരോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യൂസീൻസ് ഉണ്ടാവും. അതായത് ഭക്ഷണ കോണ്ടിനെന്റൽ ക്യൂസീൻസ് ഉണ്ടാവും, കോണ്ടിനെന്റൽ ട്രഡീഷണൽ ക്യൂസീൻസ് ഉണ്ടാവും, കേരള ക്യൂസീൻസ് ഉണ്ടാവും, മലബാർ ക്യൂസീൻസ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് ക്യൂസീൻസ്, ഭക്ഷണ രീതികൾ കേട്ടോ. മനീസാർ മുളകിന് പകരം മിളക്. മനീസാറിന് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. മുളകിന് പകരം മനീസാർ മിളക് എന്നാണ് പറയുക. പിന്നെന്താണ്, അങ്ങനെ കുറെ ഉണ്ട്. മനീസാറിന്റെ വാക്കുകൾക്കെല്ലാം കുറച്ച് ഡിഫറൻസിയേഷൻസ് ഉണ്ട്. മനീസാർ ആക്ച്വലി ഉണ്ടോ, തൃശ്ശൂർ ആണെങ്കിൽ പോലും മനീസാർ പറയുന്നത് വള്ളുവനാടൻ ഭാഷയാണ്. എങ്ങനെ കിട്ടിയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. മനീസാറിന്റെ വീട്ടിൽ മനീസാർ മാത്രം വള്ളുവനാടൻ ഭാഷയാണ് സംസാരിക്കുന്നത്. വള്ളുവനാടൻ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ട്രഡീഷൻ മലയാളമാണ് കേട്ടോ. ഓൾ ട്രഡീഷൻ മലയാളമാണ്. നമ്മള് ഇപ്പൊ എന്താ പറയാ, ബ്രാഹ്മിൻസ് ഒക്കെ സംസാരിക്കുന്ന ഒരു രീതിയല്ലേ, എന്താ ഹൈ കേ അങ്ങ് മാറിക്ക, അങ്ങനെയുള്ള സാധനമാണ് മനീസാറിന്റെ ലാംഗ്വേജ്. നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവല്ലോ മനീസാർ സംസാരിക്കുമ്പോ. അതാണ് പെർസ്പെക്റ്റീവ് മീൻസ് ലൈക്ക് കാഴ്ചപ്പാട് കേട്ടോ. ഓക്കെ, ബൾബിന് പകരം ബ്ലബോ, അതാണ് പറയുന്നത്. അത് നീ ആയിരിക്കും പറയുന്നേ. ആടാ, ഓരൽ ട്രഡീഷൻ മീൻസ് നമ്മൾ വർത്താനം പറയുന്ന രീതി കേട്ടോ, സംസാര രീതി, പണ്ട് തൊട്ടേ തുടർന്നു പോരുന്ന സംസാര രീതി കേട്ടോ. ആണല്ലേ, ഓക്കെ. അത് വാട്ട് ഈസ് മീൻ ബൈ ലോക്കൽ ഹിസ്റ്ററി? ഇത്രോ നേരം വിശദീകരിച്ച് ഞാൻ ആരായി ഇപ്പോ? എല്ലാം കഴിഞ്ഞ് ഓരോന്നും ഓരോ ചെറിയ എന്താ പറയാ സ്പെല്ലിങ് പോലും പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, എന്താ പറയാ, രാമായണം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ ചോദിക്കാം,
സീതയും രാമനുമായിട്ട് എന്താ ബന്ധം? അതേ അവസ്ഥയാണ് ഇപ്പൊ. എന്താണ് ലോക്കൽ ഹിസ്റ്ററി? ആ ഒരു ചെറിയ പ്രദേശത്തിന്റെ ചരിത്രം. ഓക്കെ, എത്രയേ ഉള്ളൂ അതിനകത്ത്. അത് ആൻഡ് ക്യൂസീൻ ക്യൂസീൻ ക്യൂ 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 ക്യൂസീൻ. പൂരം കഴിഞ്ഞ് വെടി പൊട്ടിക്കാൻ വന്നതാണ്. അതെനിക്ക് ഇഷ്ടമായടാ. ബൾബിന് പകരം മനീഷ് സാർ ബൾബ് എന്നാണ് പറയാറുള്ളത്. ബൾബോ? ഞാനിന്ന് പോയിട്ട് കളിയാക്കിട്ട് വരാം. എന്റെ ജോസഫെ, അവനൊരു തുണി കൊടുക്കടാ നീ. എനിക്കവിടെ എനിക്കവിടെ ഫാഷൻ ഷോ ആണ്. ജോസഫിന്റെ അനിയൻ പുറകെ കൂടെ നടന്നു. ഒരു ഇച്ചിരി ഒരു തോർത്തെങ്കിലും കൊടുക്കടാ അതിന്. കുറച്ച് തുണിയെങ്കിലും കൊടുക്കട്ടെ. എന്നൊക്കെ കാണണം ഒരു ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ. അടുത്ത മാളവിക ജിതേഷിന്റെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ സീത ആൻഡ് രാമൻ? ഞാൻ വാ തുറക്കരുതായിരുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ശരി ശരി, വായിച്ചു എല്ലാവരും. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ മക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, ഇനി സോഴ്സസ് ഓഫ് ഹിസ്റ്ററി നമുക്ക് എവിടെ നിന്നൊക്കെ ആയിരിക്കും ഹിസ്റ്ററി കിട്ടുന്നുണ്ടാവുക? ആദ്യം തന്നെ ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. ഓരോന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഒരു ആക്ടിവിറ്റി പോലെ ചോദിക്കാം. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി എന്ന് വെച്ചിട്ട് നിങ്ങൾ ഓരോന്നും തിരിച്ചു ചെയ്യുന്ന രീതിക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്തായിരിക്കും? ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടാം. എവിടെ നിന്നൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക? ആർക്കിയോളജിക്കൽ റിമൈൻസ്. ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കിയോളജിക്കൽ റിമൈൻസ് വെച്ച് എന്തായിരിക്കും? ഒരു മിനിറ്റ് മക്കളെ, സാറിന്റെ PPT ക്ലോസ് ആയിപ്പോയി തന്നെ. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പൊ സെറ്റ് ആണോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് PPT? ഓക്കെ അല്ലേ? ഇപ്പൊ കാണുന്നില്ലേ PPT? യെസ്, ഓക്കെ, സെറ്റ്. എന്തോ കാണിച്ച് തന്നെ ഓഫായി പോയി. ഓക്കെ, ഇപ്പൊ ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടുള്ള കൊട്ടാരങ്ങള്, അതുപോലെ രാജാക്കന്മാരുടെ ആഭരണങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ അവര് നിധിയൊക്കെ കുഴിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് ഭൂമിയുടെ അടിയിൽ നിന്ന് കിട്ടുന്ന റിമൈൻസുകൾ. ഇപ്പൊ പണ്ടുള്ള കാലത്ത് പുരാവസ്തു അവശിഷ്ടങ്ങൾ എന്നൊക്കെ പറയും. പുരാവസ്തു വകുപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പുരാവസ്തുക്കൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? യെസ്. അപ്പൊ അതാണ് ആർക്കിയോളജിക്കൽ റിമൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാവസ്തുക്കളിൽ. നമ്മൾ അവിടെ ജസ്റ്റ് മലയാളത്തിൽ എഴുതി വെച്ചോ, പുരാവസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ. ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് റിപ്ലൈ തന്നില്ല. എന്താണ് ചോദിച്ചിട്ട് റിപ്ലൈ തരാത്തത്? എന്താണ് ആർദ്ര ചോദിച്ചത്? പറയൂ. ഒന്നോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുകളിലോട്ട് കമന്റ്. നമ്മുടെ പ്ലേസിന്റെ ഹിസ്റ്ററി എഴുതുമ്പോൾ ഷോർട്ട് നോട്ട് ലൈക്ക് ആണോ എഴുതേണ്ടത്? യെസ്, അതെ കേട്ടോ. ഓക്കെ, ഷോർട്ട് നോട്ട് പോലെയാണ് എഴുതേണ്ടത്. ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സാറിന്റെ ഏജ് എത്രയാണോ? നിങ്ങൾ എന്നെ കാണുമ്പോ 50 വയസ്സ് 60 വയസ്സ് എന്നൊക്കെ പറയും. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കണം, ഞാനൊന്നും പറയുന്നില്ല. ഇനി മോണുമെന്റ്സ്. എന്തായിരിക്കും മോണുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മോണുമെന്റ്സ് സ്മാരകങ്ങളാണ് കേട്ടോ. ഓക്കെ, അവിടെ മലയാളത്തിൽ എഴുതി വെച്ചോ, സ്മാരകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ഉദാഹരണങ്ങളൊക്കെ പറയാം. എന്തായിരിക്കും? നമ്മുടെ ഇന്ത്യയിൽ കുറെ സ്മാരകങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? വേൾഡിലെ ഏറ്റവും വലിയ സ്മാരകങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 7 സ്മാരകങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതിലൊരെണ്ണം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഏതൊക്കെയാ? താജ്മഹൽ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടുണ്ടോ? ഉത്തര പോയിട്ടുണ്ട്. ഓക്കെ, ശരിയടാ. യെസ്, പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആഗ്ര ഫോർട്ട് ഉണ്ട്, കുത്തബ് മിനാർ ഉണ്ട്, ഹുമയൂൺ ടോംബ് ഉണ്ട്. പിന്നെ കേരളത്തിൽ എന്തൊക്കെയുണ്ട്? അതൊക്കെ പോട്ടെ, നമുക്ക് കേരളം പിടിക്കാം. നമുക്ക് ഇന്ത്യ വെച്ച് പോട്ടെ. കേരളത്തിൽ എന്തൊക്കെയുണ്ട്? കുറെ കൊട്ടാരങ്ങളൊക്കെ ഉണ്ട് അല്ലെ? കുറെ കോട്ടകളൊക്കെ ഉണ്ട് അല്ലെ? ബേക്കൽ ഫോർട്ട്. പിന്നെ വേറെ ഒന്നുമില്ല. എടക്കൽ കേവ്സ്, പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്, പിന്നെ ഹിൽ പാലസ് ഉണ്ട്. പിസ ടവറോ? എവിടെ? കേരളത്തിലാ? ഈശ്വര, പിസ ടവർ എങ്ങനെയാ കേരളത്തിലായത്? മണിച്ചിത്രത്താഴ് പാലസോ? എടാ, അത് ഹിൽ പാലസ് ആടാ.
ഓക്കേ. ആ അങ്ങനെ കുറെ കൃഷ്ണപുരം പാലസ് ഉണ്ട്. ആ പിന്നെ നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞി ഈസ് ലൈക്ക് എന്താ പറയാ, അതൊരു മോണുമെന്റ് ആണോ? നീലക്കുറിഞ്ഞി ഈസ് ലൈക്ക് നമ്മുടെ കേരളത്തിന്റെ ആ ഒരു ഭംഗി സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അതില് ഒരു സാധനമാണ്. ആ പഴശ്ശിക്കുടി, ഈരമണ്ണ്, വട്ടാഞ്ചേരി പാലസ് ഉണ്ട്. കുറെ ഫോർട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ. അങ്ങനെ ഒരുപാട് മോണുമെന്റ്സ് ഹിസ്റ്ററിനെ സൂചിപ്പിക്കുന്നതായിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ലിറ്റററി വർക്ക്സ്, അതായത് പണ്ടുള്ള ആൾക്കാരെ എഴുതിയിട്ടുള്ള കഥകളും കവിതകളും അങ്ങനെയുള്ള ലേഖനങ്ങളൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിനകത്തൊക്കെ ചരിത്രത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ട്രാവലോഗ്സ്. എന്തായിരിക്കും ട്രാവലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആരെങ്കിലും ട്രാവലോഗ്സ് എഴുതിയിട്ടുണ്ടോ? യാത്രാ വിവരണം എന്ന് പറയും. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് ടൂർ പോവാണ്, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നേരെ എറണാകുളത്ത് പോയി മെട്രോയിൽ കയറി, മെട്രോ കയറി ഒരു സ്ഥലത്ത് ചെന്ന് നമ്മുടെ എന്താ പറയാ ഹൈക്കോർട്ടിന്റെ അവിടെ ചെന്ന് ഇറങ്ങി നിങ്ങൾ വീണ്ടും എന്ത് കയറി? വാട്ടർ മെട്രോ കയറി എവിടെ പോയി? എവിടെ പോണം? വൈപ്പിന് പോയി എന്ന് വിചാരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചി പോയി എന്ന് വിചാരിക്കുക. അവിടെ കുറെ സാധനങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ തിരിച്ചു വന്നു. അപ്പൊ നിങ്ങളോട് എന്ത് എഴുതാൻ പറയാം? നിങ്ങൾ പോയപ്പോ തൊട്ട് അവിടെ കണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ടോട്ടൽ ഒരു വിവരണം. ഞാന് രാവിലെ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് 10 മണിക്കാണ് ഇറങ്ങിയത്. 10 മണിക്ക് ഇറങ്ങി ഞാൻ ബസ് കയറി നേരെ എറണാകുളത്ത് പോയി. എറണാകുളത്ത് നിന്ന് കഴിഞ്ഞപ്പോ ആലുവയ്ക്ക് പോയി എന്ന് പറയാം. ആലുവയിൽ നിന്ന് ഞാൻ മെട്രോ കയറി ഹൈക്കോർട്ട് പോയി. ഹൈക്കോർട്ടിൽ ഞാൻ ഇറങ്ങി കുറച്ച് നടന്ന് ഞാൻ വാട്ടർ മെട്രോയിൽ കയറി, എന്നിട്ട് ഫോർട്ട് കൊച്ചി പോയി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അവിടുന്ന് ഫുഡ് കഴിച്ചു. എന്നിട്ട് ഇന്ന നേരത്തെ ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നു. ഇവിടുത്തെ കാഴ്ചകളെല്ലാം അടിപൊളിയായിരുന്നു. ഇവിടെ ഞാൻ ഇന്ന സാധനങ്ങളൊക്കെയാണ് കണ്ടത്. അത്രയേ ഉള്ളൂ, തീർന്നു നമ്മുടെ യാത്രാ വിവരണം. അതുപോലെ ഒരുപാട് ആളുകൾ ട്രാവലോഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ വലിയ വലിയ ചരിത്രകാരന്മാരൊക്കെ ഉണ്ടോ, അമേരിക്കയിൽ നിന്നും പല പല രാജ്യങ്ങളിൽ നിന്നൊക്കെ സഞ്ചരിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവർ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതിയും വെച്ചിട്ടുണ്ട്. അതൊക്കെ എവിടെയായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക? അവരുടെ യാത്രാ വിവരണത്തിലായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. അതുപോലെ ന്യൂസ് പേപ്പറുകള്, ഒഫീഷ്യൽ ഡോക്യുമെന്റുകൾ, ഓരോ രാജ്യത്തിന്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റുകളിലും ഹിസ്റ്റോറിക്കൽ സോഴ്സുകൾ ഉണ്ടാകും. ഓക്കെ. യെസ്. എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിന്റെ ബാലിനെ കുറിച്ചുള്ള ഒരു പാഠമൊക്കെ ഞങ്ങൾക്ക് നേരത്തെ പഠിക്കാനുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ആയിട്ട് എസ്.കെ. പൊറ്റക്കാടിന്റെ കുറെ കഥകളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. നല്ല രസമാണ്. നമുക്ക് ആ സ്ഥലത്ത് അത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ എത്തിയതുപോലത്തെ ഫീൽ ചെയ്യും. യെസ്, ഒരു ദേശത്തിന്റെ കഥയൊക്കെ അടിപൊളിയാണ്. ഓക്കെ. അപ്പൊ ഇനി എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ക്ലാസ്സിൽ നോട്ട് ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട ആൾക്കാരുടെ പേര് ഞാൻ ഒന്ന് വിളിക്കുകയാണ്. ഇത്രയും പേര് സ്റ്റേ ബാക്ക് ചെയ്യണം കേട്ടോ. പറയണേ, പേരുകൾ കേട്ടിട്ട് പോവാ, അല്ലാണ്ട് നിങ്ങളുടെ പേരുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എംബോസിന് വെറുതെ വാങ്ങി കൂട്ടണോ? അവിടെ നിൽക്കുക, ഞാൻ പേര് വിളിക്കാം കേട്ടോ. ആൻഡ്രിയ അരുൺ, റൂഫ, ആൽവിന, റയാൻ റോണി, പ്രാർത്ഥന പ്രജിത്ത്, ഋഷിത, മുഹമ്മദ് റസൽ, നോഹ പി, ഫാത്തിമ സൈബ, ഇവാന അന്ന അബ്രഹാം. ആരൊക്കെയാണ്? ആൻഡ്രിയ അരുൺ, റൂഫ, ആൽവിന, റയാൻ റോണി, പ്രാർത്ഥന പ്രജിത്ത്, ഋഷിത, മുഹമ്മദ് റസൽ, നോഹ, ഫാത്തിമ സൈബ, ഇവാന അന്ന അബ്രഹാം. ഇത്രയും പേര് ഫീഡ്ബാക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇന്ന് ഈ പഠിപ്പിച്ച അത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടോ ആർക്കെങ്കിലും? നോക്കിക്കേ, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ നോക്കിക്കേ. കിഷൻ എന്താണ് അത്? ഓക്കെ, ആൽഫ്രഡ് സ്റ്റേ ബാക്ക് ചെയ്തോളൂ കേട്ടോ, പറഞ്ഞുതരാം. ഇതിപ്പോ തൽക്കാലം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും എഴുതിച്ചിട്ടൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പോ നമുക്ക് ഒരു ക്ലാസ്സും കൂടെ ഉള്ളൂ. ഈ ചെറിയ ചാപ്റ്റർ നമുക്ക് ആ ക്ലാസ്സിൽ തീർക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ചെയ്യാൻ വരും. ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഓക്കെ ആണ്, സെറ്റ് ആണ്. ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളും കവിതകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. പണ്ട് കാലത്തുള്ള എഴുത്തുകളാണത്. ഓക്കെ. യെസ്, അതെ ഷാനോൺ ഷാവോൺ, അതെല്ലോ. എന്താടാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നീ എനിക്ക് വല്ല കല്യാണം ആലോചിക്കുന്നുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ ആലോചിച്ചോളൂ. ഐ ആം റെഡി കേട്ടോ. എന്നെ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? തരുൺ മാധവ്, നീ ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ നിന്നെ അൺമ്യൂട്ട് ചെയ്യാം. ഐ ആം ഫ്രം കടുംപിടി. കടുംപിടി, ഓ ഓക്കെ. ഞാൻ അതിലാടാ വീട്ടിലോട്ട് പോകുന്നത്. ഞങ്ങൾ അതാണെന്ന്. ഓക്കെ, ശരിടാ. ഓക്കെ, ശരി മക്കളെ. അപ്പോ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാൻഡ് റൈസ് ചെയ്തവരൊക്കെ അവിടെ നിന്നോളൂ.
പിന്നെ നോട്ട് ചെയ്യാനുള്ളവരോടെ നിന്നോളൂ. ഞാൻ ജസ്റ്റ് പോയിട്ട് ഇപ്പൊ തന്നെ വരാം കേട്ടോ. ഓക്കേ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടാറ്റാ.